ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ദൈവ ശുശ്രൂഷകൾ ചെയ്ത് അല്ലെങ്കിൽ സോഷ്യൽ വർക്കോ സാമൂഹ്യ നീതി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മതാധ്യാപകനോ അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷകരോ സമർപ്പണ ശുശ്രൂഷ ചെയ്യുന്നവരോ സമർപ്പിതരോ പ്രേക്ഷിതരോ അൽമായ പ്രേക്ഷിതരാരും ആകട്ടെ, വൈദികരോ അൽമായരോ ഡീക്കനോ ആരും ആകട്ടെ, മുന്നോട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിൽ ഏഷണികളും ഇല്ലാവചനങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അങ്ങനെയുള്ള വേദനകളും അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ മെസ്സേജ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ 39-ാമത്തെ അധ്യായത്തിൽ 14ഉം 15ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതാ പോത്തിഫർ എന്ന് പറഞ്ഞ ഫറവോയുടെ സേനാനായകനും കാവൽപ്പടയുടെ ചുമതലയുമുള്ള ആളുടെ ഭവനത്തിൽ ദൈവദാസനായ ജോസഫ്, നീതിയും വിശ്വസ്തതയും ദൈവകൃപയും നിറഞ്ഞ ആ ജോസഫിന് ഉണ്ടായ അവിടെ മേൽനോട്ടക്കാരനായിട്ട് ദൈവം എത്തിച്ചെങ്കിലും ജോസഫിനുണ്ടായ തിക്ത അനുഭവം പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിൻ്റെ മേൽ കാമാർത്തി മൂത്ത് ഈ ജോസഫിനെ സമീപിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് ജോസഫ് ഒഴിഞ്ഞു മാറിയപ്പോൾ ഇല്ലാവചനങ്ങൾ കേൾക്കേണ്ടി വന്നു. കൊടുക്കേണ്ടി വന്ന വില വലുതാണ്. നമുക്ക് അപമാനം വരുത്തി വെക്കാൻ ഉൽപ്പത്തി 39, 14, 15 നമുക്ക് അപമാനം വരുത്തി വെക്കാൻ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നോടൊത്ത് ശയിക്കാനും അവൻ എന്നെ സമീപിച്ചു, എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാ പറയുന്നത്. ഇല്ലാവചനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ കണ്ണീരൊഴുക്കാനും നിലവിളിക്കാനും പറ്റുമോ? ചിലപ്പോൾ അങ്ങനെയുള്ള സാക്ഷികൾ മുഴുവൻ കേൾക്കുന്നവർ മുഴുവൻ അവരുടെ വശത്തായിരിക്കാം. അങ്ങനെയുള്ള വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. അല്ലെങ്കിൽ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ തൊഴിൽ മേഖലയിലോ ഇതുപോലെയുള്ള സഹനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നിട്ട് പറഞ്ഞത് എന്താണ്? അവൻ്റെ മേലങ്കിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവനെ എൻ്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്ന് പുറത്തു വന്നു. കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീടിന് പുറത്തേക്ക് ഓടി എന്ന് കണ്ടപ്പോൾ അവൻ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു, നമുക്ക് അവമാനം വരുത്തി വെക്കാൻ അവൻ ഇതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു, എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറങ്കുപ്പായം എൻ്റെ അരികിൽ ഇട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്ത് കടന്നു. പ്ലേറ്റ് മറിച്ചിട്ടു എന്ന് പറയുന്നത് പോലെ കഥ തിരിച്ചിട്ടു. പക്ഷേ കുറച്ച് നാൾ കുറച്ച് പേരെ പറ്റിക്കാനും കുറച്ച് പേരെ വിശ്വസിപ്പിക്കാനും ഒക്കെ പറ്റിയേക്കാം. അധികം നാൾ അധികം പേരെ വിശ്വസിക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. കാരണം ജീവനുള്ളൊരു ദൈവത്തിൽ വിശ്വസിച്ച് അങ്ങനെ ഇരയായി തീർന്നവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ജോസഫിനുണ്ടായ അനുഭവം നിങ്ങൾക്കും അവർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുക, എന്ന് വിശ്വസിക്കുക. അതിനാണ് പച്ചപ്പാതിരാത്രിയാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഹൃദയം നുറുങ്ങി വിഷമിക്കുന്ന അർദ്ധരാത്രിയാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു 38 മുതലുള്ള വാക്യങ്ങൾ 43 വരെ. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ആദ്യം കേട്ട കഥ എന്താണ്? കള്ളക്കഥയും കള്ളക്കരച്ചിലും കള്ളക്കണ്ണുനീരും അതിൻ്റെ സാക്ഷ്യങ്ങളുമാണ്. പക്ഷേ ഇതാ ഫറവോ പറഞ്ഞത് എന്താണ്? പോത്തിഫറാണ് പറഞ്ഞത്, പോത്തിഫറിൻ്റെ ഭാര്യയാണ് പറഞ്ഞതെങ്കിൽ ഇതാ ദൈവം അത് മുന്നോട്ട് പോകുമ്പോൾ ജോസഫിന് ദൈവദാസനായ ദൈവാത്മാവ് കുടികൊള്ളുന്ന മനുഷ്യനെക്കുറിച്ച് എവിടെ നശിപ്പിക്കാൻ നോക്കിയോ അവിടെ പറയുകയാണ്, ഫറവോ സേവന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിയുമായ ഒരാൾ വേറെ ഇല്ല. എൻ്റെ ദൈവമേ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറയുന്ന പോലെ നീ എൻ്റെ വീടിന് മേലാളനായിരിക്കും. പോരെ അടുത്ത പദവി? എൻ്റെ ജനം മുഴുവൻ നിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. അടുത്തതും കൂടെ ഒരു സ്വർണ്ണക്കിരീടം വെച്ച് കൊടുക്കുന്ന പോലെ. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഒരല്പം മാത്രം. അപ്പോൾ നീ തന്നെ മിടുക്കൻ, നീ വലിയവനായിരിക്കും. വീണ്ടും പറയും,
പറയുന്നു, ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് കഴുത്തിൽ ഒരു സ്വർണമാലയിടുകയും ചെയ്തു. ഇതിലും വലുത് എന്താ ഇനി കിട്ടാനുള്ള? ആചാരപ്രകാരമുള്ള ഒരാചാരവെടിയും കൂടി മുഴക്കിയേക്കാമെന്ന് പറഞ്ഞ പോലെ മുദ്രമോതിരവും ഇട്ടുകൊടുത്തു, എല്ലാ അധികാരവും കൊടുത്തു എന്ന് അതിൻ്റെ അർത്ഥം. കഴുത്തിൽ ഒരു സ്വർണമാലയും ഒരു സ്വർണ്ണപ്പതക്കവും കൂടെ ഇട്ടുകൊടുത്തു. ഇതാ മേൽവസ്ത്രം നഷ്ടപ്പെട്ടവനെ പട്ടുവസ്ത്രം ധരിപ്പിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലത്തെ അനുഭവങ്ങളിലൂടെ, വിപരീത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരോട് വെറുപ്പ് തോന്നി, അല്ലെങ്കിൽ സ്വയം നിന്ന തോന്നി, ദൈവത്തോട് നിന്ന് തോന്നി മടുത്തു പോകല്ലേ. ആക്ഷൻ കഴിഞ്ഞിട്ടില്ല. വില്ലൻ ശക്തനാവുമ്പോഴാണ് ഹീറോ അതിനേക്കാൾ കഴിവുള്ളവനും മിടുക്കനും ശക്തനുമായി തീരുന്നത്. അതുകൊണ്ട് ശത്രു എത്ര വലുതാണോ അതിനേക്കാൾ വലിയൊരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മറ്റത് പഴയ നിയമത്തിലെ കാര്യമാണ്, നമ്മുടെയൊക്കെ ജീവിതകഥ തന്നെയാണ് കേട്ടോ ഇത്, എൻ്റെ നിങ്ങളുടെയും കഥ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കാ സുവിശേഷത്തിൽ 7-ാം അധ്യായം 39-ാം വാക്യം, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന ഈ സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയാണെന്നും അറിയാമായിരുന്നു. രംഗം എന്താണെന്നറിയാമോ? ഇതാ പാപിനിയായ സ്ത്രീ വന്ന് യേശുവിൻ്റെ പാദങ്ങൾ ഒരു ഫരിസേയൻ്റെ വീട്ടിൽ വെച്ച് യേശുവിൻ്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ച് സുഗന്ധാഭിഷേകം നടത്തുമ്പോൾ ഇതാ ഈ ഫരിസേയൻ സ്വാഗതമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ലൂക്കാ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഇവൾ ഏത് തരക്കാരിയാണ്? ഇവനാണ് പ്രവാചകൻ, ഇവനാണ് ദൈവം, ഇവള് തൻ്റെ കാലെ പിടിച്ചിരിക്കുന്ന ഇവൾ ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനാണോ എന്ന് യേശുവിനെക്കുറിച്ച് പറയുകയാണ്. ഇതൊക്കെ തന്നെ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകും. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും തൊഴിലിടങ്ങളിലും ശുശ്രൂഷ മേഖലയിലും ഇതുപോലത്തെ അഗ്നി പരീക്ഷണങ്ങളെല്ലാം നമുക്കുണ്ടായേക്കാം. ഏഷണികൾ കേൾക്കേണ്ടി വരാം, പരദൂഷണം പറഞ്ഞു പരത്തിയേക്കാം, അതിന് കൈയടിക്കുന്നവരും കൂട്ടുനിൽക്കുന്നവരും സാക്ഷ്യപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 32 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവേ, ഹൃദയം നുറുങ്ങി പലവിധ തെറ്റിദ്ധാരണകൾ, അവമാനങ്ങൾ, നിന്ദാവചനങ്ങൾ, പരദൂഷണങ്ങൾ ഇവയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്നവരുണ്ടെങ്കിൽ, നീ വന്നതോടുകൂടി എൻ്റെ ജീവിതം നശിച്ചു, അല്ലെങ്കിൽ നിന്നെപ്പോലത്തെ ഒരു ഭാര്യനെ കിട്ടി, അല്ലെങ്കിൽ നിന്നെപ്പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ചവിട്ടിത്തേക്കുന്ന അവസ്ഥയുണ്ടോ? ഈ വ്യക്തിയുടെ പ്രാർത്ഥന ആ മറ്റേ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങളെ മടുപ്പിച്ച് ഇല്ലാതാക്കാനുള്ള സാത്താൻ്റെ കുടിലതന്ത്രമാണെന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവ് 35 വർഷം മദ്യപാനവും പുകവലിക്ക് ലഹരിക്ക് അടിപ്പെട്ട് ഇനി ചവിട്ടിത്തേച്ചതുപോലെ രക്ഷയില്ലെന്നുള്ള അവസ്ഥ. പക്ഷേ എൻ്റെ അമ്മ ഇതാ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകാതെ പിണഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞതുപോലെ ഇയാളെ രക്ഷിച്ചിട്ടേ അടങ്ങുള്ളൂ. തന്നെ ഏൽപ്പിച്ച ദൗത്യം ഈ ആത്മാവ് നശിച്ചു പോകാൻ ഇടയാക്കരുതേ എന്ന് നമ്മ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയും, ബലിയർപ്പിക്കുകയും കരുണക്കൊന്തയും ജപമാലയെല്ലാം ചൊല്ലി വചനങ്ങൾ മാറി മാറി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെയെല്ലാം ചെയ്ത് അപ്പച്ചനെ നേടിയെടുത്ത അനുഭവം. അപ്പച്ചൻ പണ്ട് പറയുമായിരുന്നു, എന്നെ നശിപ്പിക്കാൻ വേണ്ടി കൂടിയവളാ, ഇവളാണ് എൻ്റെ ഏറ്റവും വലിയ കെണി. കാരണം ഇതുപോലെ അപ്പൻ മദ്യവും ലഹരിയൊക്കെ കൂട്ടുകെട്ടൊക്കെ പോകുമ്പോൾ എതിർക്കുന്ന വേറെ ആരും ഉണ്ടായിരുന്നില്ല. വേറെ ആർക്കും അല്ലല്ലോ നഷ്ടം, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും അല്ലേ. അപ്പോൾ അമ്മ കെട്ടി വീണ് കരയും, കാല് പിടിക്കും, മാപ്പ് പറയും, പ്രാർത്ഥിക്കും. എന്തൊക്കെയാ നാടകമാണെന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അമ്മക്കാണോ കുഴപ്പം, അപ്പനാണോ കുഴപ്പം? പക്ഷേ പിന്നെ മനസ്സിലായി, യു ആർ റൈറ്റ് മദർ, യു ആർ ഗുഡ് മദർ, യു ആർ വെരി ഗുഡ് മദർ, യു ആർ എക്സലൻറ്റ് മദർ. ഇതാ ഭയങ്കര വിദ്യാഭ്യാസമോ പദവിയോ ഒന്നും അലങ്കരിച്ചിട്ടില്ല. പക്ഷേ ആ അപ്പം 15 വർഷം മുഴുവൻ സമയ സുവിശേഷ ശുശ്രൂഷകനായി തീരാൻ തക്ക
തക്ക രീതിയിൽ അവൾ ചെയ്തതാണ് കറക്റ്റ്, നീയാണ് എൻ്റെ എല്ലാം എന്ന് ചേർത്ത് പിടിക്കുന്ന മേരീന്ന് വിളിച്ചാൽ തികയില്ലായിരുന്നു. അതുപോലെ ചക്കരയും ബീരും ആയിരുന്നു മരണം വരെ. അത്രക്ക് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ പലരും ഇതുപോലെ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. ജോലി ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ, കള്ളക്കഥകൾ ഉണ്ടാക്കപ്പെട്ടത്. പക്ഷേ പ്രാർത്ഥനയിലൂടെ ദൈവം നീതി സത്യം തെളിയിക്കപ്പെട്ട പല സംഭവങ്ങളും സാക്ഷ്യങ്ങളും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലുണ്ട്. ഗവൺമെൻറ് സർവീസിൽ തൊട്ട് കള്ളക്കേസുകളിൽ കൊടുക്കപ്പെട്ടവർ, ഇല്ലാ കഥകളിൽ ഒക്കെ പക്ഷെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ ദൈവം നീതി നടത്തി കൊടുത്ത, ഏറ്റുപറഞ്ഞ് യേശുവേ എനിക്ക് നീ അല്ലാതെ ആരുമില്ല, എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന നീ മാത്രമാണ്, എനിക്കിങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഞാനും അവരോട് വെറുപ്പ് വിചാരിച്ചു പോയി, കർത്താവേ ഇവരോടെല്ലാം ഞാൻ ക്ഷമിക്കുന്നു, അങ്ങയുടെ പരിശുദ്ധാത്മാവുകൊണ്ട് എന്നെ അവരെ നിറക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായെല്ലാം തിരിഞ്ഞു മറിഞ്ഞു വന്നതുപോലെ വിജയം ലഭിച്ച അത്ഭുതങ്ങൾ നടന്ന പല സംഭവങ്ങളും. മേൽവസ്ത്രം നഷ്ടപ്പെട്ടവനെ ഇതാ പട്ടുവസ്ത്രം ധരിപ്പിച്ച ആ കർത്താവിൻ്റെ, ആ ദൈവത്തിൻ്റെ ഇതാ തൻ്റെ കാലെ പിടിച്ചവൾ ആരാണെന്ന് അറിഞ്ഞിട്ടും, തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ വലിയ എല്ലാം അളക്കുന്നവനാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ആ കാലിൽ പിടിച്ച ആ ആത്മാവിനെ, ആ പാപിനിയെ നേടിയെടുത്ത ദൈവം, ഇതാ ദൈവത്തിൻ്റെ കാല് പിടിച്ചാൽ ആരെയും തട്ടിയെറിയത്തില്ല. ഈ ലോകം മുഴുവൻ നമുക്ക് എതിരായിരിക്കാം. കപ്പലുണ്ടാക്കിയിരിക്കുന്നത് കടലുകൾ താണ്ടാനാണ്, ലക്ഷ്യങ്ങളിൽ എത്തിക്കാനാണ്, അത് തീരത്ത് കെട്ടിയിടാനല്ല. അപ്പോൾ പുറം കടലുകൾ താണ്ടുമ്പോൾ കാറ്റും കോളുകളും റിസ്കുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ആ കടമ നിറവേറുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകരുത്. പരദൂഷങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം, ഇല്ലാവചനങ്ങളും അവമാനങ്ങളും എല്ലാം സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, എത്തേണ്ടിടത്ത് എത്തിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രോഗ്രാം ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമെങ്കിൽ നിങ്ങളുടെ കമൻസ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോ ഷെയർ, ഇതെല്ലാം ഇതിൽ വലിയ സപ്പോർട്ടാണ്. ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് സുവിശേഷ വേളയിൽ സഹകരിക്കുമല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്.